ഡിയേഴ്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. മുട്ട പപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നോമ്പ് തുറ സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കിടിലൻ ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു പപ്സ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് കാണാം. മുട്ട പപ്സിനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ നീളത്തിൽ കനം കുറഞ്ഞരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയെ ഞാൻ ഇതിൽ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഉള്ളിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്തിട്ട് ഇതൊന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഉള്ളി ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ പച്ചമുളകും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്കുള്ള മസാലകളായിട്ട് ഞാൻ ചേർക്കുന്നത് മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാലയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഈ മസാലയുടെ ഒന്ന് പച്ച കുത്ത് മാറുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു തക്കാളിൻ്റെ പകുതി മാത്രമേ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. തക്കാളി ഉടയുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലോണം ഉടഞ്ഞതിന് ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് വറ്റി വന്നാൽ നമുക്കിതിലേക്ക് മല്ലിയിലയും കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഈ ഒരു മുട്ട പപ്സിനുള്ള മുട്ട ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ 3 മുട്ടയാണ് പുഴുങ്ങി വെച്ചിട്ടുള്ളത്. 6 പപ്സാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചിട്ടുള്ള പപ്സിൻ്റെ ഷീറ്റ് വെച്ചിട്ടാണ് ഇന്ന് പപ്സ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ ആണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. അപ്പോൾ ഇതിൽ നിന്നും ഓരോരോ ഷീറ്റായിട്ട് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ അടിയിലൊരു പേപ്പർ അത് മാറ്റിയെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല വെച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മസാലയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മുട്ട വെച്ച് കൊടുക്കാം. ഒരു പകുതി മുട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ അങ്ങ് മടക്കിയെടുക്കാം. 4 സൈഡും ഇതുപോലെ അങ്ങ് മടക്കിയതിന് ശേഷം 4 സൈഡും നല്ലോണം തന്നെ ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 6 പപ്സാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മുട്ട ഞാനിവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നല്ല ഗോൾഡൻ കളറായിട്ട് നമുക്ക് ഇത് കിട്ടുക. ഞാനിതാ ഇവിടെ 6 പപ്സാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് മുട്ട ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. മുട്ടയോ അല്ലെങ്കിൽ പാലോ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓവനിലാണിത് ചുട്ടെടുക്കാൻ പോകുന്നത്. വേണമെങ്കിൽ നമ്മൾ കേക്കൊക്കെ സ്റ്റവ് ടോപ്പിൽ ചുട്ടെടുക്കുന്നത് പോലെ അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഓവനിലാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. 200 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പപ്സ് 20 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ബേക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ചൂടായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അടിപൊളി പപ്സാണ്. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ലൊരു അടിപൊളി പപ്സാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതാണെങ്കിലും സൂപ്പറാണ്. അപ്പോൾ ഞാനിതാ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഈ ഒരു ഒറ്റ സ്നാക്ക് മതി നമുക്ക് നോമ്പ് തുറക്കാവുന്ന സമയത്തൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാനും വിട്ടുപോകരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.